ഗട്ട് ഹെൽത്ത് നമുക്ക് നാച്ചുറലി വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? ഗട്ട് ഹെൽത്ത് നമുക്ക് രണ്ട് രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഡയറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് മെഡിക്കേഷൻസ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒബ്വിയസ്ലി നമുക്ക് ഡയറ്റ് വെച്ചിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ യോഗട്ടിലാണ് കൂടുതലായിട്ട് നല്ല ബാക്ടീരിയകൾ ഉള്ളതെന്നാണ് നമ്മൾ കുറേ ആയിട്ടുള്ള പഠനങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ യോഗട്ട് ഒരു പ്രൈമറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം യോഗട്ട് കൂടുതലായിട്ട് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ഗട്ട് ഹെൽത്ത് ബെറ്റർ ആയി വരേണ്ടതാണ്. പിന്നെയുള്ളത് പിക്കിൾഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വെനിഗർ ഒന്നും യൂസ് ചെയ്യാത്ത ഉപ്പിലിട്ട് അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളിലും കൂടുതലായിട്ട് പ്രോബയോട്ടിക് ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റഡീസിലൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സുക്കീനി അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കഴിക്കുമ്പോഴും നമ്മളെ ഗട്ടിൽ കൂടുതലായിട്ട് നല്ല ബാക്ടീരിയ ഉണ്ടാവും. അതുകൂടാതെ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയകൾ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനം പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഓട്സ്, അതുപോലെ തന്നെ ബനാന അങ്ങനത്തെ ഒക്കെ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിന് പ്രീബയോട്ടിക് എന്നാണ് പറയാം. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് പ്രീബയോട്ടിക് പ്രോബയോട്ടിക്സ് നമ്മളെ ഡയറ്റിൽ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബെറ്റർ ആയി വരേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ.